സർക്കാർ ജീവനക്കാരുടെ പഞ്ചിങ് പാളിച്ച ന്യായീകരിക്കാൻ ഇതാ ഒരു വാദവുമായി രംഗത്തിറക്കിയിരിക്കുകയാണ് കുറച്ചുപേർ. ഗ്രേസ് ടൈം എന്നതാണ് അവരുടെ പ്രതിരോധവാദം. ദിവസം 60 മിനിറ്റും മാസം 300 മിനിറ്റും വൈകുന്നത് പരിഹരിക്കാനാണ് ഗ്രേസ് ടൈം എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ന്യായീകരണമായി നിരത്തപ്പെടുന്നത്. അതേസമയം മാതൃഭൂമി ന്യൂസ് ചൂണ്ടിക്കാണിച്ച ചില ചോദ്യങ്ങൾക്ക് ഈ പ്രതിരോധം തീർക്കുന്നവർക്കോ ന്യായീകരണം നൽകുന്നവർക്കോ കൃത്യമായ മറുപടിയും ഇല്ല. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ പ്രശാന്തിന്റെ വാർത്ത അത് ഏകദേശം 10 ലക്ഷം പേരിലധികം കണ്ടു കഴിഞ്ഞു ഇന്നലെ. അതിന്റെ ചുവടെ എന്ന് പറഞ്ഞാൽ കമന്റുകളുടെ ഒരു പെരുമഴ തന്നെയാണ്. അതിൽ ചിലയിടത്ത് ന്യായീകരണത്തിന്റെ കമന്റുകൾ ഈ പറഞ്ഞ പോലെ ഗ്രേസ് ടൈം വാദമൊക്കെ ഉയർത്തുന്നുണ്ട്. ഈ ഗ്രേസ് ടൈം ഒക്കെ വാദം ഉന്നയിക്കുന്നവരും ഞാൻ ഇന്നലെ നമ്മൾ ആ വാദം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ് 4:30 ഇറങ്ങി പാർക്കിൽ പോയി വ്യായാമം ചെയ്യുന്നതിനോ വിശ്രമം ചെയ്യുന്നതൊന്നും ഈ ഗ്രേസ് ടൈമിന്റെ പരിധിയിൽ വരുന്നില്ലല്ലോ. പിന്നെ ബസ്സിലിരുന്ന് 5:20 ബസ് സമ്മർദ്ദം ചെലുത്തി 5:10 ഈ ന്യായീകരണം കൊണ്ട് വില പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ന്യായീകരണവാദങ്ങൾ കൊഴുക്കുന്നത്? അത് ഏതൊക്കെ കോണുകളിൽ നിന്നാണ് വരുന്നത് പ്രശാന്ത്? ദിവിഷ, ഗുഡ് മോർണിംഗ്. ഇതിൽ നമ്മൾ ഇന്നലെ തുറന്നു കാട്ടിയ വാർത്ത സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ മുഴുവൻ ഇങ്ങനെയെന്നല്ല, പക്ഷേ പഞ്ചിങ്ങിലെ ചില അപാകതകൾ അല്ലെങ്കിൽ പഞ്ചിങ്ങിലെ ചില ന്യൂനതകൾ ഇങ്ങനെ ചില സർക്കാർ ജീവനക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും ഒരു സർവീസ് സംഘടനകളും ഇത്തരത്തിൽ പഞ്ചിങ്ങിലെ ചില ക്രമക്കേടിനെതിരെ ഔദ്യോഗികമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ഈ വാർത്ത പോയതിന് പിന്നാലെ തന്നെ രാവിലെ തന്നെ ഒരു വിശദീകരണം പോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വ്യാപിപ്പിക്കുന്നുണ്ട്. അത് ജീവനക്കാരുടെ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയ പേജിലെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും വാദിക്കുന്നത് ഒരു ദിവസം ജീവനക്കാരന് 60 മിനിറ്റ് വരെ ലേറ്റ് ആകാം, ഒരു മാസം പരമാവധി അത് 300 മിനിറ്റ് ആകണം. ഇത് ഒരു അവകാശമല്ല. ഇത് ശരിക്കും സർക്കാർ നൽകുന്നത് ഒരു ജീവനക്കാരന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാൽ അവരുടെ അറ്റൻഡൻസിനെ അത് ബാധിക്കാതിരിക്കാൻ നൽകുന്ന ഒരു ഇളവാണ്. അതാണ് ഗ്രേസ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ആ ഇളവ് ഒരു അവകാശം പോലെ കണ്ട് അല്ലെങ്കിൽ അതിൽ പിടിച്ച് മാത്രമാണ് വാദിക്കുന്നത്. അപ്പോഴും നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇപ്പോൾ 100 മീറ്റർ പരിധിയിൽ പഞ്ച് ചെയ്യാം. 100 മീറ്റർ പരിധിയിൽ പഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഓഫീസിന് വേണം പഞ്ച് ചെയ്യാൻ, അല്ലാതെ ഓഫീസിലേക്ക് എത്തുമ്പോൾ താഴെ റോഡിലോ അല്ലെങ്കിൽ പോകുന്ന ബസ്സിൽ കയറിയിരുന്നു അല്ല പഞ്ച് ചെയ്യേണ്ടത്. ഈ ബസ് ഓഫീസിൻ്റെ താഴെ വരുമെന്ന് കരുതി ബസ്സിനകത്ത് കയറിയിരുന്ന് കാത്തിരുന്ന ശേഷമല്ല പഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതേക്കുറിച്ചൊന്നും ഈ പ്രചരിക്കുന്ന ഈ മെസ്സേജിലൊന്നും തന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല. പിന്നെ പഞ്ച് ചെയ്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക് ശേഷം പാർക്കിൽ പോയിരിക്കുന്നതും പാർക്കിൽ വ്യായാമം ചെയ്യുന്നതും ഊഞ്ഞാലാടുന്നതും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരണമില്ല. ഇനി ഇപ്പോൾ എല്ലാവരും ലേറ്റായി വരുന്നെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ പോയ സമയത്ത് പലരും വൈകി വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഗ്രേസ് ടൈം ആനുകൂല്യം ഇവർക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബസ് വന്നിറങ്ങി ആ സമയത്ത് പുറത്ത് വെച്ച് പഞ്ച് ചെയ്യുന്നു? ഗ്രേസ് ടൈം ആനുകൂല്യമുണ്ടല്ലോ, ഓഫീസിൽ ചെന്ന ശേഷം പഞ്ച് ചെയ്താൽ മതിയല്ലോ. ഇനി ഗ്രേസ് ടൈം ആനുകൂല്യമുണ്ടല്ലോ, വൈകിട്ട് 4:45 ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഓഫീസിൽ വെച്ച് പഞ്ച് ചെയ്ത ശേഷം ഇറങ്ങിയാൽ മതിയല്ലോ. അവർക്ക് ഗ്രേസ് ടൈം ആനുകൂല്യമുണ്ടല്ലോ. ആ ഗ്രേസ് ടൈം പോലും ഉപയോഗിക്കുന്നില്ല. 5:15 ബസ്സിൽ കയറിയിരുന്ന ശേഷം ബസ് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് പഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഗ്രേസ് ടൈം എന്നൊരു സമയവും മിച്ചം പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അത്ര നിസ്സാരവൽക്കരിച്ച് ഒരു ന്യായം നിരത്തുന്നതായി കണ്ടാൽ മതി. എന്തായാലും സംഘടിതമായി കുറേ പേർ നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതൊരു തിരുത്തലാണ്. എന്തുകൊണ്ട് ഈ കൃത്യസമയത്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അത് പ്രത്യേകിച്ചും ശനിയാഴ്ച അവധി ദിവസത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ഭാഗമാണ്. ഇപ്പോൾ ഇതേക്കുറിച്ച് ഉള്ളൊരു പ്രതികരണം നമുക്ക് കേൾപ്പിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രതികരിക്കുന്നത് ജോയിന്റ് കൗൺസിലിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഇപ്പോൾ AITUCയുടെ വർക്കേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഈ കാണിക്കുന്ന പ്രവൃത്തിയൊക്കെ പൊതുസമൂഹം അല്ലെങ്കിൽ സർവീസ് സംഘടനയുടെ ഭാഗമായിരുന്നവർ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.